ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ ചാപ്റ്റർ 5 ആണ്. പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. നമ്മുടെ LP UP സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ ബയോളജിയുടെ ഏരിയയിൽ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും എന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇനി വരുന്ന LP UP എക്സാമിന് തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഹാർഡ് കോപ്പി കയ്യിലുള്ളവർ എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നത് കയ്യിൽ നോട്ട് ചെയ്തേക്കുക. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവർ ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് തീർച്ചയായിട്ടും എഴുതി പഠിക്കണം. ഓക്കെ അല്ലേ? നമ്മൾ ക്ലാസ്സിലേക്ക് വരാം. ആദ്യം തന്നെ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് ലഹരിയുടെ ഉപയോഗം. അപ്പോൾ എന്താണ് ആരോഗ്യം? WHO എങ്ങനെയാണ് ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. എങ്ങനെയാണ് WHO ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. ഒരു വ്യക്തിയോട് എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് എന്ത്? രോഗമില്ലാത്ത അവസ്ഥ, വൈകല്യമില്ലാത്ത അവസ്ഥ, അതാണ് ആരോഗ്യം എന്നാണ് നമ്മളുടെ ഡെഫിനിഷൻ. എന്നാൽ WHO പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. എന്താണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നാണ് WHOയുടെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ രോഗാണുക്കൾ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഡിസീസസ് ഉണ്ടാവും അല്ലേ? പോഷകാഹാരക്കുറവ് മൂലം രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവ മൂലം ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. രോഗങ്ങൾ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് വ്യതിയാനം സംഭവിക്കുന്നു. രോഗാണുക്കളുടെ ബാധ മൂലം ആവാം, പോഷകാഹാരക്കുറവ് മൂലമാവാം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണമാകാം. അങ്ങനെ ശരീരത്തിൻ്റെ സുസ്ഥിതിക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് രോഗം എന്ന് പറയുന്നത്. അപ്പോൾ നാം വസിക്കുന്ന നമ്മളുടെ ഈ ഒരു ലോകത്ത് നമുക്ക് ചുറ്റും എന്തുണ്ട്? രോഗാണുക്കൾ, പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട് അല്ലേ? അവ പല രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് രോഗമുണ്ടാക്കും അല്ലേ? അങ്ങനെ രോഗമുണ്ടാക്കാൻ കഴിയുന്ന രോഗാണുക്കൾ അടക്കമുള്ള എന്തിനേയും നമുക്ക് ആൻറ്റിജനുകൾ എന്ന് വിളിക്കാം. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കാൻ കഴിയുന്ന രോഗാണുക്കൾ അടക്കമുള്ള എന്തിനേയും ആൻറ്റിജൻസ് എന്ന് നമുക്ക് വിളിക്കാം. ആൻറ്റിജൻസിന് എക്സാമ്പിളായി നമുക്ക് എന്തൊക്കെ പറയാം? രോഗാണുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ, ഇതെല്ലാം ആൻറ്റിജനുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ്? ഡിസീസ് കോസിങ് ഫാക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. രോഗാണുക്കളാവാം, പരാഗരേണുക്കളാവാം, പൊടിയാകാം, ഭക്ഷ്യവസ്തുക്കളാകാം, രാസവസ്തുക്കളാവാം, ഇതെല്ലാം ആൻറ്റിജനുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി രോഗാണു പ്രവേശനം തടയുന്നതിനും പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് രോഗപ്രതിരോധ ശേഷി. അപ്പോൾ ഇങ്ങനെ ആൻറ്റിജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രതിരോധിക്കും. ഓക്കെ, അങ്ങനെ പ്രതിരോധിക്കുന്ന നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റിയാണ് എന്ത് പറയുന്നത്? രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. രോഗാണു പ്രവേശനം തടയുന്നതിനും പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് രോഗപ്രതിരോധ ശേഷി. ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് പെട്ടെന്നൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും അല്ലേ? അപ്പോൾ ഇനി നമുക്ക് രോഗപ്രതിരോധത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? സഹജ പ്രതിരോധം എന്ന് വെച്ചാൽ ഇന്നേറ്റ് ആയിട്ടുള്ള പ്രതിരോധമാണ് സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. ആർജിത പ്രതിരോധം എന്ന് പറയുമ്പോൾ അക്വേർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ, നമ്മൾ വാക്സിനേഷനിലൂടെയൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന പ്രതിരോധശേഷി. അങ്ങനെ രോഗപ്രതിരോധത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? സഹജ പ്രതിരോധം, അതുപോലെ ആർജിത പ്രതിരോധം. ഇനി നമുക്ക് സഹജ പ്രതിരോധം അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് നോക്കാം. ജന്മനാ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം. ജന്മനാ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം. അപ്പോൾ സഹജ പ്രതിരോധത്തിൽ ആൻറ്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്.
ഇവയെ നമുക്ക് പൊതുവായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സഹജ പ്രതിരോധം, രോഗപ്രതിരോധത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സഹജ പ്രതിരോധം എന്നും ആർജിത പ്രതിരോധം എന്നും. അപ്പോൾ സഹജ പ്രതിരോധം എന്ന് പറയുമ്പോൾ ജന്മനാ തന്നെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം. ഈ സഹജ പ്രതിരോധത്തിൻ്റെ ആൻറ്റിജനുകളെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. സഹജ പ്രതിരോധത്തിൽ ആൻറ്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെ നമ്മൾ പൊതുവായിട്ട് പ്രാഥമിക തല പ്രതിരോധം അല്ലെങ്കിൽ പ്രൈമറി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. പ്രൈമറി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ പ്രൈമറി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി എന്നതിൽ എന്ത് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നോക്കിയേ. പ്രാഥമിക തല പ്രതിരോധ സംവിധാനങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ നമ്മുടെ ചെവിയിൽ എന്തുണ്ട്? ഇയർ വാക്സ് അല്ലേ, ചെവിയിലെ മെഴുക്. അതുപോലെ തന്നെ മൂക്കിനുള്ളിലെ ശ്ലേഷ്മം, മൂക്കിലും അതുപോലെ തൊണ്ടയിലും ഒക്കെ എന്തുണ്ട്? ശ്ലേഷ്മം, ശ്ലേഷ്മസ്തരം. ഇതൊക്കെ എന്തിനാണ്? രോഗാണുബാധ ഏൽക്കാതിരിക്കാനുള്ള എന്താണ് ഒരു പ്രതിരോധ സംവിധാനമാണ്. ഉമിനീര്, കണ്ണുനീര് ഇവയിലൊക്കെ എന്തുണ്ട്? ലൈസോസൈം എന്നൊരു എൻസൈം ഉണ്ട്. ഇതൊക്കെ എന്താണ്? രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതാണ്. അതുപോലെ ശ്വാസനാളത്തിലെ സീലിയ, ഇതൊക്കെ രോഗപ്രതിരോധത്തിന് നമ്മുടെ ശരീരത്തിലുള്ള എന്താണ്? പ്രാഥമിക പ്രതിരോധ സംവിധാനങ്ങളാണ്. പ്രാഥമിക പ്രതിരോധ സംവിധാനം. അപ്പോൾ ഈ പ്രാഥമിക തല പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. നോക്കിയേ. ഇനി ത്വക്കിലെ സെബം അല്ലെങ്കിൽ വിയർപ്പ്, ആമാശയത്തിലെ HCl, ദഹനപഥത്തിലെയും മൂത്രത്തിലെയും ഉപകാരി ബാക്ടീരിയകൾ, അതുപോലെ തന്നെ ഓപ്പണിങ്സിലൊക്കെയുള്ള ശ്ലേഷ്മങ്ങളും ശ്ലേഷ്മസ്തരങ്ങളും ഒക്കെ എന്താണ്? ഈ ഒരു പ്രാഥമിക തല പ്രതിരോധ സംവിധാനത്തിന് എക്സാമ്പിളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്നേറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഹജ പ്രതിരോധത്തിൽ നമുക്ക് പൊതുവായിട്ട് സഹജ പ്രതിരോധം എന്ന് പറയുന്നത് പ്രാഥമിക തല പ്രതിരോധമാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ശ്ലേഷ്മങ്ങളും അതുപോലെ ചെവിയിലെ കർണ മെഴുകാണെങ്കിലും അതുപോലെ തന്നെ ശ്വാസനാളത്തിലെ സീലിയ, ത്വക്കിലെ സെബം അല്ലെങ്കിൽ വിയർപ്പ്, ദഹനപഥത്തിലെയും മൂത്രപഥത്തിലെയും ഉപകാരി ബാക്ടീരിയകൾ, ആമാശയത്തിലെ HCl, ഇതെല്ലാം എന്താണ്? പ്രാഥമിക തല പ്രതിരോധ സംവിധാനങ്ങളാണ്. അപ്പോൾ ഓരോ ശരീരഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നൊരു ബോക്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ദ്വിതീയ തല പ്രതിരോധം അല്ലെങ്കിൽ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പ്രാഥമിക തലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ദ്വിതീയ തല പ്രതിരോധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ, അതായത് ഇപ്പോൾ നമ്മുടെ മൂക്കിലെ ശ്ലേഷ്മമുണ്ട് അല്ലെങ്കിൽ തൊണ്ടയിലെ ശ്ലേഷ്മമുണ്ട്, അപ്പോൾ അവിടെയൊക്കെ പറ്റിപ്പിടിച്ച രോഗാണുക്കൾ നശിച്ചു പോകും ഒരു പരിധി വരെ. ഇനി അതുപോലെ ഭക്ഷണത്തിൽ എന്തുണ്ട്? ആ ഒരു ഭക്ഷണത്തിലെ HCl ഒരു പരിധി വരെ രോഗാണുക്കളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇനി ഇവയൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ദ്വിതീയ തല പ്രതിരോധത്തിലൂടെ എങ്ങനെയാണ് ബോഡി അതിനെ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ അവയെ പ്രതിരോധിക്കുന്നതിനുള്ള സഹജ പ്രതിരോധ സംവിധാനമാണ് ദ്വിതീയ തല പ്രതിരോധം. ദ്വിതീയ തല പ്രതിരോധം എന്നാൽ എന്താണ്? പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ അവയെ പ്രതിരോധിക്കുന്നതിനുള്ള സഹജ പ്രതിരോധ സംവിധാനമാണ് ദ്വിതീയ തല പ്രതിരോധം അല്ലെങ്കിൽ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി. ശരീരത്തിൽ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഏകോപിതമായ പ്രവർത്തനമാണ് ഇതിലുള്ളത്. ദ്വിതീയ തല പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന വെളുത്ത രക്തകോശങ്ങൾ എന്താണ്? ദ്വിതീയ തല പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന WBC അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ. ഓക്കെ. അപ്പോൾ അവയുടെ ധർമ്മങ്ങളും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം ഏതൊക്കെയാണ്. ന്യൂട്രോഫിൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂട്രോഫിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈസ്നോഫിൽസിനെ കുറിച്ച് നോക്കാം. അതായത് അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, പരാതങ്ങളെ നശിപ്പിക്കുന്നു ഈസ്നോഫിൽ. അപ്പോൾ എങ്ങനെയാണ്? അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നതും പരാതങ്ങളെ നശിപ്പിക്കുന്നതുമൊക്കെ ഈസ്നോഫിൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് മിസ്മാച്ച് ചെയ്ത് തന്നിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ന്യൂട്രോഫിൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ വിഴുങ്ങിയാണ് നശിപ്പിക്കുന്നത്, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈസിനോഫിൽ എന്ന് പറയുമ്പോൾ അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെയൊക്കെ നിർവീര്യമാക്കുന്നത് ഈസിനോഫിലാണ്. അലർജി ഉണ്ടാകുമ്പോൾ ശരീരം പുറത്തുവിടുന്ന രാസവസ്തുക്കളെയൊക്കെ നിർവീര്യമാക്കുന്നത് ഈസിനോഫിലാണ്. അതുപോലെ തന്നെ പരാതങ്ങളെ നശിപ്പിക്കുന്നതും ഈസിനോഫിൽ തന്നെയാണ്. പിന്നെ വരുന്നത് മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ
വിഴുങ്ങി നശിപ്പിക്കുന്നത് തന്നെയാണ് ആര്? മോണോസൈറ്റ്. ന്യൂട്രോഫിലും മോണോസൈറ്റും വിഴുങ്ങി നശിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ മോണോസൈറ്റ് അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃദുകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ബേസോഫിൽ എന്ന് പറയുന്നത് എന്താണ്? ബേസോഫിൽ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ, രക്തം കട്ട പിടിക്കാൻ തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാക്കുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഹിസ്റ്റമിനെയും ഹെപ്പാരിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബാസോഫിലാണ്. ഹിസ്റ്റമിനെയും അതുപോലെ ഹെപ്പാരിൻ എന്താണ്? രക്തം കട്ട പിടിക്കാൻ തടയുന്നതാണ്. ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം വീങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ വീക്കത്തിന് കാരണമാകുന്നത് ഹിസ്റ്റമിനാണ്. ഹെപ്പാരിനും ഹിസ്റ്റമിനും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബേസോഫിലാണ്. വെളുത്ത രക്തകോശമായിട്ടുള്ള ബേസോഫിൽ ഹെപ്പാരിനെയും ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മോണോസൈറ്റ് ആണെങ്കിലോ അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃദുകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഇനി അതുപോലെ ന്യൂട്രോഫിൽ ആണെങ്കിലോ ന്യൂട്രോഫിലും ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇവിടെ ബാക്ടീരിയയെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ. ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്ന ന്യൂട്രോഫിലാണ്. അതുപോലെ മോണോസൈറ്റ് ആണെങ്കിൽ അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃദുകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ഈസിനോഫിൽ. ഈസിനോഫിൽ എന്താണ്? അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. അതുപോലെ പരാതങ്ങളെ നശിപ്പിക്കുന്നതും ഈസിനോഫിലാണ്. അതേസമയം ഹിസ്റ്റമിനെയും ഹെപ്പാരിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസോഫിലാണ്. ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഇനി അടുത്തത് ഫാഗോസൈറ്റോസിസ്. എന്താണ് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്? വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. നമ്മൾ പറഞ്ഞു എന്താണ്? ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും ഫാഗോസൈറ്റുകളാണ്. എന്താണ്? വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ എന്ത് പറയാം? ഫാഗോസൈറ്റുകൾ എന്ന് പറയാം. അങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ എന്താ പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ഫാഗോസൈറ്റോസിസ്. ഈ ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. നമ്മുടെ WBCയിൽ ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് എന്ത് ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസ്. ഓക്കെ, ഫാഗോസൈറ്റോസിസ് പ്രോസസ്സിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത് ന്യൂട്രോഫിലും മോണോസൈറ്റും ന്യൂട്രോഫിലും, എന്നും എമ്മും. ഓക്കെ, പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ കുറിച്ചാണ് പറയുന്നത്. മുറിവോ ചതവോ ഏറ്റ ഭാഗത്ത് രക്തപ്രവാഹം വർദ്ധിച്ച് അണുബാധ നേരിടാനായി വെളുത്ത രക്തകോശങ്ങളെ എത്തിക്കുന്ന മാർഗമാണ് വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. നമ്മുടെ ബോഡിയിൽ ഒരു മുറിവോ അല്ലെങ്കിൽ ചതവോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചതഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് അണുബാധയെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ വെളുത്ത രക്തകോശങ്ങൾ എത്തിക്കുന്ന മാർഗത്തിനെയാണ് വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമിനും മറ്റ് രാസവസ്തുക്കളും പുറത്തുവിടുന്നു. മുറിവേറ്റ കോശങ്ങൾ എന്താ ചെയ്യുക? ഹിസ്റ്റമിൻ അല്ലെ, വീങ്ങൽ പ്രതികരണത്തിന് കാരണമായിട്ടുള്ള ഹിസ്റ്റമിനെ പുറത്തുവിടുന്നു. ഹിസ്റ്റമിൻ കൂടാതെ മറ്റ് രാസവസ്തുക്കളും കൂടിയുണ്ട്. അപ്പോൾ ഇത് രക്തക്കുഴലുകളെ വികസിപ്പിച്ചിട്ട് രക്തത്തിന്റെ പ്രവാഹം വർദ്ധിപ്പിച്ച് വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും ഒക്കെ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഇവ രോഗകാരികളെ എന്താ ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസിലൂടെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീങ്ങൽ പ്രതികരണത്തിന് കാരണമായിട്ടുള്ളത് എന്താണ്? രക്തപ്രവാഹം വർദ്ധിച്ച് അവിടെ അണുബാധയെ നേരിടാൻ വേണ്ടിയിട്ടുള്ള വെളുത്ത രക്തകോശങ്ങൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വീങ്ങൽ പ്രതിരോധം അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം ഉണ്ടാകുന്നത്. ആ ഒരു ഭാഗത്തേക്ക് എന്താ ചെയ്യുന്നത്? ഹിസ്റ്റമിനും അതുപോലെ മറ്റു രാസവസ്തുക്കളൊക്കെ വരികയാണ്. എന്നിട്ട് അതിൽ WBCയിൽ എന്താ മോണോസൈറ്റും അതുപോലെ ന്യൂട്രോഫിലും ഒക്കെ ചേർന്ന് എന്താ ചെയ്യുന്നത്? ആ ഭാഗത്തേക്ക് വരുന്ന രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തത് പനിയെക്കുറിച്ച് തന്നിട്ടുണ്ട്. എന്താണ്? ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ, സാധാരണ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന് മുകളിലായിട്ട് ഉയരുന്ന, ഇതിൻ്റെ മുകളിലേക്ക് 98.6 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുന്ന അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പനി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു രോഗമല്ല അല്ലേ, നമുക്കൊരു സിംറ്റമാണ് പനി എന്ന് പറയുന്നത്. അണുബാധയോ വീക്കമോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്തകോശങ്ങൾ പൈറോജൻസ് എന്ന രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് താപനില ഉയരാൻ തലച്ചോറിന് നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ സിംറ്റം ആയിട്ടാണ് എന്ത് വരിക? എപ്പോഴും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഹൈക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിലെ വെളുത്ത രക്തകോശങ്ങൾ പൈറോജൻസ് എന്ന രാസവസ്തുക്കൾ പുറത്തുവിടും. ഇത്
ഇത് കാരണമാണ് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നത്. പനി എന്ന് പറയുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. പനി ഒരു രോഗമല്ല, ഒരു പ്രതിരോധ സംവിധാനമാണ്. ഉയർന്ന താപനില ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കാനും രോഗാണുക്കളുടെ വളർച്ചയെ തടയാനും പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കുന്നു. ശരീരം രോഗത്തിനെതിരെ പോരാടുന്നു എന്നതിൻ്റെ സൂചനയാണത്. അണുബാധ മാറുമ്പോൾ താപനില സാധാരണ നിലയിലാകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഈ ടെമ്പറേച്ചർ ഹൈക്ക് വരുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ നമ്മുടെ ബോഡി പ്രതിരോധിക്കുന്നതെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പലതരത്തിലുള്ള പനികൾ നമുക്കുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. ഓക്കെ, പനി ഒരു തരം പ്രതിരോധ സംവിധാനമാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഉയർന്ന താപനില ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കാനും രോഗാണുക്കളുടെ വളർച്ചയെ തടയാനും പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ശരീരം രോഗത്തിനെതിരെ പോരാടുന്നു എന്നതിൻ്റെ സൂചനയാണ് പനി. അണു മാറുമ്പോൾ താപനില സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ സാധാരണ ബോഡി ടെമ്പറേച്ചർ, നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഭാഗം രക്തം കട്ടപിടിക്കൽ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിനെ കുറിച്ചാണ്. ത്വക്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതോടൊപ്പം രോഗാണു പ്രവേശനവും തടയാനുള്ള ഒരു മാർഗമാണ് രക്തം കട്ടപിടിക്കൽ. മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിനെ ത്രോംബിനാക്കി മാറ്റുന്നു. നമ്മുടെ ബോഡിയിൽ ഒരു വൂണ്ട് വന്നു കഴിയുമ്പം അവിടെ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത്? എങ്ങനെയാണ്? മുറിവുണ്ടായി കഴിയുമ്പോൾ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും ഒക്കെ ത്രോംബോപ്ലാസ്റ്റിൻ, ആദ്യം ഉണ്ടാവുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമാണ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ പിന്നീട് എന്താ ചെയ്യുന്നത്? പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ എവിടെയാണുള്ളത്? രക്തപ്ലാസ്മയിലാണുള്ളത്. അപ്പോൾ രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. ആര്? ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ത്രോംബിൻ പിന്നീട് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റുകയും ഈ ഫൈബ്രിനാണ് നമ്മളുടെ മുറിവേറ്റ ഭാഗത്ത് ഇങ്ങനെ വല പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ആ ബ്ലഡ് അവിടെ ക്ലോട്ടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അണുബാധ അകറ്റാൻ വേണ്ടിയിട്ടും ബ്ലഡിൻ്റെ ഫ്ലോ നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ രക്തം ഇങ്ങനെ ക്ലോട്ടായിട്ട് ഈ മുറിവേറ്റ ഭാഗത്ത് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി മുറിവുണങ്ങൽ, വൂണ്ട് ഹീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മുറിവിൽ രക്തം കട്ട പിടിക്കുകയും വീങ്ങൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതോടുകൂടി മുറിവിൽ പുതിയ കലകൾ രൂപപ്പെട്ട് മുറിവ് ഉണങ്ങുന്നു. നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായിട്ട് യോജക കല കൊണ്ട് മുറിവ് ഉണങ്ങിയാൽ മുറിവടയാളം നിലനിൽക്കും. നമുക്കൊരു മുറിവ് വന്നു, അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പാടുകളൊക്കെ റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യോജക കല കൊണ്ട് മുറിവുണങ്ങിയാൽ മുറിവടയാളം എന്ത് ചെയ്യും? നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായിട്ട് യോജക കല കൊണ്ടാണ് മുറിവ് ഉണങ്ങുന്നതെങ്കിൽ ആ മുറിവിൻ്റെ അടയാളം അവിടെ നിലനിൽക്കും. സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെയുള്ളതാണ് എന്ന് കണ്ടല്ലോ. അതിനാൽ ഇവയെ പൊതുവായ പ്രതിരോധം എന്നാണ് പറയുന്നത്. പൊതുവായ പ്രതിരോധം, സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ അവയെ പൊതുവായിട്ടുള്ളതാണ്, പൊതുവായ പ്രതിരോധം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയില്ലേ? ഒരു വ്യക്തിയുടെ ജനനശേഷം രൂപപ്പെടുന്ന ആർജിത പ്രതിരോധം എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ആർജിത പ്രതിരോധം അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ആർജിത ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത പ്രതിരോധം എന്ന് പറയുന്നത്? ജനനശേഷം വികസിക്കുന്ന പ്രതിരോധമാണ് ആർജിത പ്രതിരോധം. ഓക്കെ, ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്ന ആൻറ്റിജനുകളെ, അതായത് രോഗാണുക്കൾ പോലെയുള്ള, പൂമ്പൊടി പോലെയുള്ള പൊടികൾ, രാസവസ്തുക്കൾ പോലെയുള്ളവ, അതാണ് ആൻറ്റിജൻ, നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആൻറ്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എന്നതിനാൽ ഇവയെ പ്രത്യേക പ്രതിരോധം എന്നും പറയുന്നുണ്ട്. ആർജിത പ്രതിരോധത്തിനെ പ്രത്യേക പ്രതിരോധം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത് ഇതാണ്, ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രതിരോധം നടത്തുന്നത്. അക്വേർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആരാണ്? ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള പ്രതിരോധം നടത്തുന്നത്. രണ്ട് തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട്. ടി ലിംഫോസൈറ്റും ഉണ്ട്, ബി ലിംഫോസൈറ്റും ഉണ്ട്. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കണ്ടോ, എന്താണ്? ലിംഫോസൈറ്റുകളെ കുറിച്ചാണ്. ടി ലിംഫോസൈറ്റിനെ കുറിച്ചും ബി ലിംഫോസൈറ്റിനെ കുറിച്ചും. ഇത് BSc ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ
ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ടി ലിംഫോസൈറ്റ് നോക്കാം. അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു. അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്ന ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റുകൾ. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളതാണ് ടി ലിംഫോസൈറ്റുകളുടെ ഡ്യൂട്ടി. ഇപ്പോൾ ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥി പാകപ്പെടുത്തുന്നതാണ് ടി ലിംഫോസൈറ്റ്. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ടി ലിംഫോസൈറ്റിനുള്ളത്. ഇനി ബി ലിംഫോസൈറ്റ് ആണെങ്കിലോ, ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിൽ തന്നെയാണ്. പക്ഷേ ടി ലിംഫോസൈറ്റ് എങ്ങനെയാണ്? അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് പിന്നീട് തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. ടി ആണെങ്കിൽ തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും എല്ലാം എവിടെ തന്നെയാണ്? അസ്ഥിമജ്ജയിലാണ്. ആൻറ്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായിട്ടുള്ള ആൻറ്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റ് ആണെങ്കിൽ അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് പിന്നീട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുകയാണ് ചെയ്യുന്നത്. ബി ലിംഫോസൈറ്റ് ആണെങ്കിലോ രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും എല്ലാം അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. ഇനി ഇവിടെ ഒരു എഡ്വേർഡ് ജെന്നർ എന്ന് പറഞ്ഞിട്ടൊരു ആളെക്കുറിച്ച് തന്നിട്ടുണ്ട്. ആരാണ്? നമുക്ക് നോക്കിയാലോ. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഡോക്ടറായ എഡ്വേർഡ് ജെന്നർ ഗോ വസൂരി വന്നവർക്ക് വസൂരി വരില്ല എന്ന് മനസ്സിലാക്കി. നോക്കി, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഡോക്ടറാണ് എഡ്വേർഡ് ജെന്നർ. അപ്പോൾ എഡ്വേർഡ് ജെന്നർ മനസ്സിലാക്കിയത് ഗോ വസൂരി വന്ന ആൾക്കാർക്ക് എന്ത് വരുന്നില്ല? വസൂരി രോഗം വരുന്നില്ല. ഒരു കുട്ടിയിൽ ഗോ വസൂരി രോഗാണുക്കൾ അടങ്ങിയ സ്രവം കുത്തിവെച്ച് അദ്ദേഹം ഈ ആശയം വിജയകരമായി പരീക്ഷിച്ചു. പശു എന്ന് അർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിൻ എന്ന പേര് വന്നത്. ജെന്നർ വാക്സിനേഷൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറാണ് വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ്. ഇദ്ദേഹം കണ്ടുപിടുത്തിയത് എന്താണ്? ഗോ വസൂരി വന്നവർക്ക് പിന്നീട് വസൂരി വരുന്നില്ല എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. വാക്സിനേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. വാക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വാക്സിൻ എന്ന പേര് വന്നത്. എഡ്വേർഡ് ജെന്നറിനെ വാക്സിനേഷൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നോ? അടുത്തത് വാക്സിനുകളെ കുറിച്ചാണ്. വാക്സിനുകൾ നോക്കിയേ. ഡിഫ്തീരിയ, ടെറ്റനസ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും രോഗാണുക്കൾ പെരുകി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത്തരം സന്ദർഭങ്ങളിൽ കൃത്രിമമായ പ്രതിരോധ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിൻസ്. ഓക്കെ, വാക്ക എന്ന ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് വാക്ക എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വാക്സിൻ എന്ന പേര് വന്നത്. എഡ്വേർഡ് ജെന്നറാണ് വാക്സിനേഷൻ്റെ പിതാവ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ ഡിഫ്തീരിയ, ടെറ്റനസ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും രോഗാണുക്കൾ പെരുകും. എന്നിട്ടോ ആ ഒരു രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി കാത്തു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? കൃത്രിമമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാക്സിൻസ് സ്വീകരിക്കും. അപ്പോൾ രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ. ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന പ്രതിരോധശേഷിയെ കൃത്രിമ പ്രതിരോധശേഷി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഇനി വാക്സിനുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. MMR വാക്സിൻ. MMR വാക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്? മീസിൽസ്, മംസ്, റുബല്ലയാണ് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ MMR പ്രതിരോധിക്കാൻ രോഗങ്ങളാണ് മീസിൽസ്, മംസ്, റുബല്ല. നിർവീര്യ രോഗകാരികൾ അടങ്ങിയ വാക്സിനാണ് MMRൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് തരുന്നത്. ഇനി OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിനാണ്. മൃത രോഗകാരികൾ അടങ്ങിയ വാക്സിൻ്റെ ഘടകങ്ങളാണ് നമുക്ക് ഓറലായിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ പോളിയോയ്ക്കെതിരെയാണ്. പിന്നെ HPV വാക്സിൻ എന്താണ്? സെർവിക്കൽ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയതാണ്. COVID-19 വാക്സിൻ ആണെങ്കിൽ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ടാണ്. രോഗകാരിയുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്സിനാണ് നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി വാക്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വാക്സിനുകൾ ശരീരത്തിൽ ആൻറ്റിജനുമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ള ഫോറിൻ ബോഡീസ് അല്ലെ, രോഗാണുക്കളാകാം, പൂമ്പൊടികളാകാം, അല്ലെങ്കിൽ രാസവസ്തുക്കളാകാം, അങ്ങനെ എന്തും ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുള്ള ഫോറിൻ ബോഡി അതാണ് ആൻറ്റിജൻ. ആൻറ്റിജനുമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റ് ആണ്, ബി ലിംഫോസൈറ്റ്. അപ്പോൾ ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരു രോഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനായിട്ട് വാക്സിനുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ ആൻറ്റിജനുമായി പ്രവർത്തിക്കും, എന്നിട്ട് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് വാക്സിൻസിന് ഉള്ളത്. അപ്പോൾ എന്താണ്, ഈ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ചിട്ട് ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ദീർഘകാലം നിലനിൽക്കുകയും അത് നമുക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാക്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി രോഗങ്ങൾ. പ്രതിരോധ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറ്, ജനിതക തകരാറ്, അനാരോഗ്യകരമായ ജീവിതശൈലി, രോഗാണുക്കളുടെ ആധിക്യം മുതലായവയെല്ലാം ശരീരത്തിൻ്റെ സുസ്ഥിതി തകരാറിലാക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ആർജിത രോഗങ്ങൾ, അക്വേർഡ് ഡിസീസ്. അതെന്താണ്? ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ. അപ്പോൾ ആർജിത രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി ഘടകങ്ങളാകാം, രോഗാണുക്കളാകാം, ജീവിതശൈലിയാകാം. ഇതെല്ലാം ആർജിത രോഗങ്ങൾക്ക് കാരണമാണ്. രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവയും ഉണ്ട്, അതുപോലെ തന്നെ പകരാത്തവയും ഉണ്ട്. അപ്പം പകരുന്ന മിക്ക രോഗങ്ങളും അവയ്ക്ക് കാരണമായിട്ടുള്ളത് എന്താണ്? സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ള ജീവികളാണ് പകരുന്ന രോഗങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം രോഗങ്ങളെ, ഇങ്ങനെ പകരുന്ന രോഗങ്ങളെ നമുക്ക് എന്ത് പറയാം? സാംക്രമിക രോഗങ്ങൾ എന്നാണ് പറയുന്നത്. സാംക്രമിക രോഗങ്ങൾ. ഓക്കെ, ഇനി ഈ സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് പകരാമെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, രോഗിയായിട്ടുള്ള ഒരാൾ സ്പർശിക്കുന്ന പ്രതലത്തിലേക്ക് സ്പർശിക്കുന്ന പ്രതലത്തിൽ നമ്മൾ തട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കും രോഗം പകരാം. ഇപ്പോൾ ജലദോഷമുള്ള ഒരാൾ എന്താണ്, മൂക്കൊക്കെ തുടച്ചതിന് ശേഷം ആ കൈ വേറെ എവിടെയെങ്കിലുമൊക്കെ പിടിക്കും, നമ്മളവിടെ പോയി പിടിക്കുമ്പോൾ അതുവഴി നമുക്ക് ജലദോഷം വരാം അല്ലേ. പിന്നെ അതുപോലെ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെ, ജലത്തിലൂടെ, ചുമ, തുമ്മൽ എന്നിവയിലൂടെ, വായുവിലെ കണികകളായിട്ട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഒക്കെ രോഗങ്ങൾ വരാവുന്നതാണ്. നോക്കിയേ, രോഗാണു വഹിക്കുന്ന ഈ ഒരു ജീവികൾ മുഖാന്തരം വെക്ടേഴ്സ് വഴിയും രോഗാണുക്കൾ നമുക്ക് പകരാം. അപ്പോൾ രോഗപകർച്ച രീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി രോഗങ്ങൾ പകരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് വലിയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. സൂക്ഷ്മാണുക്കളാണ് പകരുന്ന രോഗങ്ങൾക്ക്, സാംക്രമിക രോഗങ്ങൾക്ക് കാരണം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ബാക്ടീരിയയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കും അല്ലേ. അപ്പോൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ചിലത് കോശസ്തരത്തെ തകർക്കുന്ന എൻസൈംസുകൾ ഉൽപ്പാദിപ്പിച്ച് കോശത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയോ, ഇവിടെ ക്ഷയത്തെക്കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടോ? ക്ഷയത്തെക്കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും തന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ ഓൾഡ് SCERT-യിലാണെങ്കിൽ പാരഗ്രാഫ് പോലെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമുക്ക് ക്ഷയത്തെക്കുറിച്ച് നോക്കാം. ക്ഷയത്തിൻ്റെ രോഗകാരിയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായിലെത്തുന്ന രോഗാണുക്കളടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെ അടുത്തൊരാൾക്ക് രോഗം വരാം. പ്രധാനമായിട്ടും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കാം. എന്തൊക്കെയാണ് ലക്ഷണം? 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. ഇനി എന്താണ് പ്രതിരോധം? BCG വാക്സിൻ എടുക്കണം അല്ലേ. BCG വാക്സിനേഷൻ എടുക്കുക. അതുപോലെ ഒന്നിലധികം ആൻറ്റിബോഡികൾ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ഡോട്സ് എന്നാണ്. ഡോട്സ്. ഇപ്പോൾ ഡോട്സ് എന്തിനുള്ള ചികിത്സയാണ്? ക്ഷയത്തിനുള്ളതാണ്. BCG വാക്സിൻ എന്തിന് അഗെയിൻസ്റ്റ്? ക്ഷയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത്
എലിപ്പനി എന്ന് പറയുമ്പോൾ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് അതിന് കാരണം. എലിയുടെ മൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലങ്ങളിലൂടെയോ ഒക്കെ ഇത് പകരും. പിന്നെയോ വൃക്കകൾ, കരൾ, ശ്വാസകോശത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശിവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി ഇതൊക്കെയാണ് ലക്ഷണം. പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കാം. അതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും ഇതിന് ലഭ്യമാണ്. ഇനി വൈറസിനെ കുറിച്ചാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്നു. അങ്ങനെ കോശങ്ങളെ നശിപ്പിച്ച് രോഗമുണ്ടാക്കുന്നു. ഓക്കെ, ഇനി എയ്ഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എയ്ഡ്സിൻ്റെ രോഗകാരിയാണെന്ത്? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV ബാധിക്കുന്നത് T ലിംഫോസൈറ്റുകളെയാണ്. T ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. വൈറസ് T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് കുറയുന്നു. ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ എയ്ഡ്സ് ബാധിക്കുന്നത് എവിടെയാണ്? T ലിംഫോസൈറ്റുകളെയാണ്. ഓർത്ത് വയ്ക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ മറ്റ് വൈറസ് രോഗങ്ങളുടേതിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇത് കാണിക്കുക. രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ന്യൂമോണിയ, ക്ഷയം, ചിലയിനം ക്യാൻസർ അങ്ങനെയുള്ള മാരക രോഗങ്ങളൊക്കെ വരാം. ഇനി പകരുന്ന വിധം എന്ന് പറയുമ്പോൾ HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, HIV വിമുക്തമാക്കാത്ത സൂചി, സിറിഞ്ച് അങ്ങനെയുള്ളവ പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ, HIV ബാധിതനായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും എയ്ഡ്സ് പകരാം. ഇനി എയ്ഡ്സ് പൂർണ്ണമായും ഭേദമാക്കാൻ വേണ്ടി നിലവിൽ മരുന്നുകളില്ല. എന്നാൽ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി, ആർട്ടിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വച്ചേക്കണം. ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി വഴി വൈറസിൻ്റെ പെരുകൽ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധ ശേഷി നിലനിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോട്ട്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ക്ഷയമാണ് അല്ലേ. അതുപോലെ BCG വാക്സിൻ ആണെങ്കിലോ ക്ഷയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിനാണ്, പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഇനി അടുത്തത് പറയുന്നതിനെ കുറിച്ചാണ്. HIV DNA കോശങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ക്രിസ്പർ പോലുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയും ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന HIVയെ ഉണർത്തി നശിപ്പിക്കാൻ ആവശ്യമായ മരുന്നുകളും ഒപ്പം HIV വാക്സിനും കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ശാസ്ത്രലോകം ഇന്നുള്ളത്. ഈ രോഗം എങ്ങനെയെല്ലാം പകരില്ല എന്നതിനെക്കുറിച്ചും എങ്ങനെയൊക്കെ പകരും എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബോധവൽക്കരണം നടത്താനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾഡ് CRTയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എയ്ഡ്സ് രോഗിയുമായിട്ട് നമ്മൾ റൂം ഷെയർ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരേ ശൗചാലയം യൂസ് ചെയ്യുന്ന വഴിയോ ഒന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല എന്നല്ലേ. ഇനി അടുത്തത് നിപ്പ എന്ന് പറയുന്നത് എന്താണ്? നിപ്പ വൈറസ് ഡിസീസാണ് അല്ലേ. വൈറസ് ഡിസീസാണ്. രോഗകാരി നിപ്പ വൈറസാണ്. ലക്ഷണം എന്ന് പറയുമ്പോൾ പനി, തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണം. രോഗം ഗുരുതരമാകുമ്പോൾ സ്ഥലകാല ബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം എന്നിവയൊക്കെ ഉണ്ടാകും. പകരുന്ന വിധം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വവ്വാല് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ബാക്കി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഈ വവ്വാല് കഴിച്ചിട്ടുള്ള ഭക്ഷണം അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് പന്നി കഴിക്കുന്നു. ആ ഭക്ഷണം കഴിച്ച പന്നിയെ മനുഷ്യൻ ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? രോഗം പകരും. അപ്പോൾ രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കുവാനുള്ള ചികിത്സ അതിനെയാണ് സപ്പോർട്ടീവ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടീവ് കെയർ മാത്രമേയാണ് ഉള്ളത്. ആൻറ്റിവൈറൽ മരുന്നുകളോ വാക്സിനുകളോ ഒന്നും നിലവിലില്ല. ഓക്കെ, അപ്പോൾ നിപ്പ വൈറസിന് അഗെയിൻസ്റ്റായിട്ട് രോഗലക്ഷണങ്ങളും സങ്കീർണതകളും ഒക്കെ കുറയ്ക്കാനുള്ള ചികിത്സ അല്ലെങ്കിൽ സപ്പോർട്ടീവ് കെയർ മാത്രമാണ് ഉള്ളത്. ആൻറ്റിവൈറൽ മരുന്നുകളോ അല്ലെങ്കിൽ വാക്സിനുകളോ ഒന്നും നിലവിലില്ല എന്നുള്ളത് ഓർക്കുക. ഇനി ഫംഗസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗസുകളും മനുഷ്യരിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇവ ചർമ്മത്തിലും നഖത്തിലും നേരിട്ട് അണുബാധ ഉണ്ടാക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തിട്ടാണ് രോഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇനി ഇവിടെ കണ്ട ഇമേജ് തന്നിട്ടുള്ളത് റിംഗ് വേം ഡിസീസ്, അതുപോലെ ക്യാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. ഇതിൽ റിംഗ് വേം ഡിസീസ് എങ്ങനെയാണ്? വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ, ചൊറിച്ചിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രോഗം ബാധിച്ചവരിലൂടെയും സ്പർശനത്തിലൂടെയും മലിനമായ വസ്തുക്കളിലൂടെയും മൃഗങ്ങളിൽ നിന്നൊക്കെ ഇത് പകരാം. ഇനി ക്യാൻഡിഡിയാസിസ് ആണെങ്കിൽ എങ്ങനെയാണ്? വായിൽ വെളുത്ത പാടുകൾ, ചൊറിച്ചിൽ, ബാധിച്ചെടുത്ത് ചുവന്ന ചൊറിച്ചിലുണ്ടാകുന്ന പാടുകൾ, നിറം മങ്ങിയ കട്ടിയുള്ള നഖങ്ങളൊക്കെയാണ് ലക്ഷണം. നേരിട്ടുള്ള സമ്പർക്കം വഴിയും വസ്തുക്കൾ പങ്കുവയ്ക്കുന്നതിലൂടെയും ലൈംഗിക ബന്ധം വഴിയും ഒക്കെ ക്യാൻഡിഡിയാസിസ് പകരുന്നതാണ്.
ഇനി പ്രോട്ടോസോവ എന്ന് പറയുമ്പോൾ ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യും. ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കളും പുറത്തുവിടുന്നുണ്ട്. പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്താണുക്കളെ അതായത് RBC ആക്രമിക്കും, അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇനി മലമ്പനി എന്ന് പറയുന്നതും ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അതിൽ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. പ്ലാസ്മോഡിയം. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. ഓക്കെ, പ്ലാസ്മോഡിയത്തിൻ്റെ ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിയുടെ രോഗകാരി. അനോഫിലസ് പെൺകൊതുകാണ് വെക്ടർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാസ്മോഡിയം ശരീരത്തിൽ എത്തുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇമേജാണ്. പ്ലാസ്മോഡിയം ശരീരത്തിലെത്തുന്നു, അവിടെ നിന്ന് പെരുകുന്നു, പെരുകിയിട്ട് എന്താ ചെയ്യുക, ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പകർത്തുന്ന ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. ഇടവിട്ടുള്ള പനി, കുളിരും വിറയലും, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ നമ്മുടെ ശ്രദ്ധ നേടിയ ഒരു ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്, അമീബിക് മസ്തിഷ്ക ജ്വരം. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം. ഇപ്പോൾ അത് അത്യപൂർവമല്ല അല്ലേ, നമ്മളെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ മസ്തിഷ്ക ജ്വരം ബാധിച്ച് 7 വയസ്സുകാരൻ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് പോലും നമ്മളോട് ഈ ചോദ്യം ചോദിക്കാം. നെഗ്ലേറിയ ഫൗലറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം. നെഗ്ലേറിയ ഫൗലറി എന്ന അമീബയാണ് ഈ ഒരു മാരക രോഗത്തിന് കാരണമായിട്ടുള്ളത്. അത് എവിടേക്കാണ് അതിൻ്റെ പ്രസൻസ് ഉള്ളത്? കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായിട്ടുള്ള ജലാശയത്തിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം തടയാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് വിരകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദേശീയ വിരവിമുക്ത ദിനം. ഓക്കെ, വിരകൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ദേശീയ വിരവിമുക്ത ദിനം കുട്ടികളിൽ പോഷകക്കുറവും വളർച്ചയ്ക്കും ശാരീരിക മാനസികമായ വികാസ വൈകല്യങ്ങൾക്കും കാരണമാകുന്ന വിരബാധ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. ഇവിടെ കണ്ടോ, കൃമി, ഉരുണ്ട വിര തുടങ്ങിയ പരാത വിരകൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ രോഗങ്ങളെ പൊതുവെ വിരശല്യം എന്ന് പറയുന്നു. നഖം കടിക്കുകയോ കഴുകാതെ ഭക്ഷണം കഴിക്കുകയോ മലിനജലം കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ രോഗം പകരുന്നു. വിരബാധ, വിളർച്ച, വയറുവേദന, തലകറക്കം, ഛർദി, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ് എന്നിവ ഉണ്ടാക്കുന്നുണ്ട്. നോക്കിയേ, ആൽബൻഡാസോൾ പലതരം വിരകളെ നശിപ്പിച്ച് വിരശല്യം തടയുന്നു. വിരശല്യം പടരുന്നത് തടയാൻ ആൽബൻഡാസോൾ ഗുളിക ഫലപ്രദമാണ്. ഓക്കെ, ഇനി മന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈലേറിയൻ വിരകളാണ് മന്ത് കോസ് ചെയ്യുന്നത്. ക്യൂലസ് കൊതുകുകളാണ് അതിന് രോഗകാരി. അപ്പോൾ ഫൈലേറിയൻ വിരകൾ ലിംഫ് വാഹികളിൽ തങ്ങി നിന്ന് ലിംഫിൻ്റെ സാധാരണ ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണ് മന്ത് രോഗം ഉണ്ടാകുന്നത്. ക്യൂലസ് പെൺകൊതുകുകളാണ് ഈ രോഗത്തിന് കാരണമായിട്ടുള്ളത്. ക്യൂലസ് പെൺകൊതുകുകൾ. കൊതുക് കടിക്കുമ്പോൾ വിരകളുടെ ലാർവകൾ ശരീരത്തിൽ പ്രവേശിച്ച് അവ ലിംഫ് വാഹികളിലെത്തി അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് ലിംഫ് ദ്രവം കെട്ടിക്കിടന്ന് കാലക്രമേണ കാലുകൾ, കൈകൾ, ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ അമിതമായി വീങ്ങി വലുതാവുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ക്യാൻസറിനെ കുറിച്ചാണ്. പകരാത്ത രോഗമാണ് ക്യാൻസർ. ക്യാൻസറിൻ്റെ കോശ വളർച്ചയെക്കുറിച്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അസാധാരണവും അനിയന്ത്രിതവുമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടു കൂടിയിട്ടാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുന്നത്. ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയും മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത്. ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത്. ക്യാൻസറിൻ്റെ കാരണങ്ങൾ ജനിതക മാറ്റങ്ങളാകാം, പാരിസ്ഥിതിക ഘടകങ്ങളാകാം, വൈറസ് ബാധയാകാം, ജീവിതശൈലിയുമാകാം.
ചികിത്സാ മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, വികിരണ ചികിത്സ, ഇമ്മ്യൂണോതെറാപ്പി, പിന്നെന്താ ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി തുടങ്ങിയവയാണ് ചികിത്സാ മാർഗ്ഗങ്ങൾ. ഇവിടെ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം അതൊന്നും പകരുന്ന രോഗങ്ങളല്ല. തൊഴിൽജന്യ രോഗങ്ങളായിട്ടുള്ള സിലിക്കോസിസ് അതൊന്നും പകരുന്നതല്ല. സ്വയം പ്രതിരോധ വൈകല്യം, അതായത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പോഷക വൈകല്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അനീമിയ. ഓക്കെ, അപ്പോൾ തൊഴിൽജന്യ രോഗങ്ങൾ, സ്വയം പ്രതിരോധ വൈകല്യം, ജീവിതശൈലി രോഗങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഒരു ഭാഗത്തോടു കൂടി എൻഡ് ചെയ്യുകയാണ്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 നമ്മൾ തൊട്ടടുത്ത ദിവസം ചെയ്യും. ഓക്കെ, ഇത് പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും തൊട്ടടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. വീക്കിലി റിവിഷൻ പ്ലാനുകളും ആ റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെലഗ്രാം ചാനലിലാണ്. കൂടാതെ യൂട്യൂബിൽ ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ.